ഇഷ്ടമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് ദിവസമാണെങ്കിലും പൂവ് കൊടുക്കാം, ചോക്ലേറ്റ് കൊടുക്കാം. ഇതിപ്പോൾ ഡയറി മിൽക്കിന്റെ കേസ് പറഞ്ഞ പോലെ വാലന്റൈൻ എഡിഷൻ സെയ്റ്റ് വിത്ത് ലവ് അത് 300 രൂപയെക്കാണ്ടാണ്. അപ്പൊ അത് മേടിച്ചു കൊടുക്കാൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പീപ്പിൾ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. അല്ല അപ്പോ എനിക്ക് എന്റെ ഉമ്മാനെ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്റെ ഉമ്മാക്ക് ഞാൻ മദേഴ്സ് ഡേക്ക് മേടിച്ചു കൊടുത്താൽ മാത്രമാണോ സ്നേഹമാവുള്ളൂ, അതോ ഞാൻ ബാക്കിയുള്ള ദിവസം എടുത്താലും ഞാൻ സ്നേഹം തന്നെയല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഒരു ദിവസം സൊസൈറ്റിയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് എൻ്റെ ഉമ്മാക്ക് ഒരു പൂ മേടിച്ചു കൊടുക്കുന്നതും ബാക്കിയുള്ള ദിവസം കൊടുക്കുന്നതും ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിന് ഇങ്ങനെ ഒരു ദിവസം വെച്ച് സന്തോഷത്തോടെ കണ്ട് കൂടാം, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ പ്രേമിക്കുന്നവർക്ക് ഒരു ദിവസം എന്നൊരു സാധനം. പക്ഷേ വാലന്റൈൻസ് സംടൈംസ് ക്യാൻ ബി പ്രഷർ. ഇപ്പൊ ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ വാലന്റൈൻസ് ഡേയിൽ കൺഫസ് ചെയ്തവർക്ക് ഗേളിനെതിരെ ഇങ്ങനെ അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെന്റൽ പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരാവുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കൂടെ അത്? വ്യക്തി എന്ന നിലയ്ക്കും കുടുംബം എന്ന നിലയ്ക്കുമൊക്കെ മനുഷ്യർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്നും നമ്മൾ സ്നേഹിക്കണം, മക്കളെ ആണെങ്കിലും എല്ലാവരെയാണ്. പക്ഷേ ഈ ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യുമ്പോൾ അതിനൊരു ഡെപ്ത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ പ്രണയത്തിന്റെ രീതികളെ മാറുന്നുള്ളൂ, പ്രണയം ഒരിക്കലും മാറുന്നില്ലല്ലോ. പ്രണയം തന്നെയാണ്. അതിന്റെ ക്വാളിറ്റി കുറഞ്ഞോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ പക്ഷം. മാം പറഞ്ഞതുപോലെ നമ്മൾ വാലന്റൈൻസ് ഡേയുടെ അന്ന് കുറച്ച് നമ്മൾ ബാക്കി ദിവസങ്ങൾ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ വാലന്റൈൻസ് ഡേക്ക് അന്ന് ഇത്തിരി സ്പെഷ്യൽ എന്തെങ്കിലും നൽകണം എന്ന് തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് വാലന്റൈൻസ് ഡേയുടെ അന്ന് നമ്മൾ നമ്മുടെ പാർട്ട്ണറിങ് കൊണ്ട് ആദ്യമായി കണ്ടുമുട്ടിയ ഒരു സ്ഥലം വരെ ഒരു ഡ്രൈവിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പഴയ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ഓർമ്മ, നമ്മൾ പണ്ടൊക്കെ ആർച്ചീസിന് ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ ആയിരുന്നു, അതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങി പഴയ ഓർമ്മകളായി വെക്കുന്നു. ഇതുമൊക്കെ ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. കാരണം വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻ മീൻ ഒരു ഡയമണ്ട് റിംഗ് വേണം, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലേ അതൊരു സ്പെഷ്യൽ ആവൂ എന്നൊരു കാര്യം നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇനി വരുന്ന ജനറേഷൻസ് അതേ ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വി ഷുഡ് ബി ദ വൺസ് ഹു സേ ദാറ്റ് അങ്ങനെയല്ല, പ്രണയം എന്ന് പറയുന്നത് അത് കോസ്റ്റിനും പ്രൈസിനും ഒക്കെ വളരെ അതീതമായ ഒരു കാര്യമാണ്. ചെറിയ ജെസ്റ്റേഴ്സ് മതി ഒരു വാലന്റൈൻസ് ഡേ ഭംഗിയായിട്ട് ആഘോഷിക്കാൻ എന്നൊരു കാര്യം വേണം. ഇപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ആ പ്ലാറ്റ്ഫോംസ് അങ്ങനെ